നിങ്ങൾക്കറിയാമോ, നിങ്ങൾ കഴിക്കുന്ന സാധാരണ പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ഘടന മാറിയിട്ടുണ്ടെന്ന്? അതായത് ഇന്നത്തെ നാരങ്ങ 40 വർഷം മുൻപുള്ള നാരങ്ങയല്ല, അത് മറ്റൊരു വസ്തുവായിരുന്നു. അതിൽ മിനറൽസ്, വിറ്റാമിനുകൾ, വെള്ളം എന്നിവയെല്ലാം വ്യത്യസ്ത അനുപാതത്തിലായിരുന്നു. നിങ്ങളിപ്പോൾ കഴിക്കുന്നത് മറ്റൊരു വസ്തുവാണ്. ഇതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, അല്ലേ? ഇതിന് പല കാരണങ്ങളുണ്ട്. പക്ഷേ ഒരു കാരണം ക്ലൈമറ്റ് ചേഞ്ചാണ്. നിങ്ങൾ ഇന്ന് കഴിക്കുന്ന വെള്ളരി 40 വർഷം മുൻപുള്ള വെള്ളരിയല്ല. ഇന്നത്തെ ഉരുളക്കിഴങ്ങും ചുരക്കയുമെല്ലാം മുൻപുണ്ടായിരുന്നത് പോലെയല്ല. എല്ലാം ഒരു പ്രത്യേക സീസൺ അനുസരിച്ച് രൂപകൽപ്പന ചെയ്തതാണ്. നിങ്ങൾ എന്തിനാണ് ഗ്രേറ്റർ നോയിഡയിൽ ആപ്പിൾ മരം നടാത്തത്? കാരണം ആപ്പിൾ ഒരു പ്രത്യേക കാലാവസ്ഥയിലും കാലാവസ്ഥാ മേഖലയിലും മാത്രമേ ഉണ്ടാകൂ. ആപ്പിൾ സാധാരണയായി ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ പോലും ഇപ്പോൾ അത് ഉൽപ്പാദിപ്പിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? കാരണം ആപ്പിളിന് ആവശ്യമായ തണുപ്പ് അവിടെയും ലഭിക്കുന്നില്ല. നിങ്ങൾ അർബൻ ആളുകളാണ്. അതിനാൽ എത്ര വർഷമായി നിങ്ങൾ വിളകൾ വളരുന്നത് കണ്ടിട്ടില്ലെന്ന് എനിക്കറിയില്ല. ടെമ്പറേച്ചർ പാറ്റേൺ, റെയിൻഫോൾ പാറ്റേൺ മാറിയിരിക്കുന്നു. ഇനി വിളകൾ വളരുമോ? അത് മാറിയിട്ടുണ്ട്. ഈ വർഷം അതിനു മുൻപുള്ള 4 മാസങ്ങൾ, ജനുവരി മുതൽ ഏപ്രിൽ വരെ, കഴിഞ്ഞ 125 വർഷങ്ങളിലെ ഏറ്റവും ചൂടേറിയ മാസങ്ങളായിരുന്നു. ജനുവരിയും ഫെബ്രുവരിയും മാർച്ചും ഏപ്രിലും കഴിഞ്ഞ 125 വർഷങ്ങളിലെ ഏറ്റവും ചൂടേറിയ മാസങ്ങളിൽ ഉൾപ്പെടുന്നു. 5-ാമത്തെ മാസം ഏറ്റവും ഈർപ്പമുള്ള മാസമായിരുന്നു. അത്രയും ഈർപ്പമുള്ള ഒരു മാസം കഴിഞ്ഞ 125 വർഷങ്ങളിൽ നമ്മൾ കണ്ടിട്ടില്ല. മെയ് മാസത്തിൽ എവിടെയാണ് മഴ പെയ്യുന്നത്? വിളകൾക്ക് അതിജീവിക്കാൻ കഴിയുമോ? അതോ വിളകൾക്ക് അതിജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് കഴിക്കാൻ ലഭിക്കും?